ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 3യിൽ നിന്നും 2024 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ വിശദമായ സൊല്യൂഷനുമാണ്. ഇതായിരുന്നു ചോദ്യപേപ്പർ. 4 ചോദ്യങ്ങളിലായി 8 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങളും അവ എങ്ങനെയാണ് ജിയോജിബ്രയിൽ ചെയ്യേണ്ടത് എന്നും അതിൻ്റെ ആൻസർ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നും നമുക്ക് വിശകലനം ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. 3 ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ചോദ്യം മാത്രം നമ്മൾ എക്സാമിന് എഴുതിയാൽ മതിയാകും. 3 ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എല്ലാം ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആണ്. നമുക്കറിയാം അവയെല്ലാം പരാബോളകളായിരിക്കും. അപ്പോൾ ഈ പരാബോള വരച്ചിട്ട് ഗ്രാഫ് നന്നായിട്ട് നോക്കിയിട്ട് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും പറയാനാണ് ചോദ്യം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. 2x² - 8x + 5 ആണ് നമ്മൾ വരയ്ക്കേണ്ട ഗ്രാഫ്. വരയ്ക്കേണ്ടത് എവിടെയാ? ഇൻപുട്ട് ബാറിൽ അല്ലേ? ഇൻപുട്ട് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് 2x² - 8x + 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്ക് ഒരു പരാബോള ദൃശ്യമാകും. അപ്പോൾ 2x² - 8x + 5 എന്ന പരാബോള നമ്മൾ വരച്ചു. വരച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. എന്താ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ? എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഈ ഗ്രാഫ് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഏതൊക്കെ എക്സ് വാല്യൂ ആണ് ഈ ഒരു ഫംഗ്ഷൻ സ്വീകരിക്കുന്നത് അതിനെയാണ് ഡൊമൈൻ എന്ന് പറയുക. എല്ലാ എക്സ് വാല്യൂ സ്വീകരിക്കുന്നത് കൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ചോ? റേഞ്ച് എന്ന് പറയുന്നത് വൈ വാല്യൂ ആണ്. ഈ ഗ്രാഫ് വൈയിൽ എവിടെയാണ് കിടക്കുന്നത്? -3 മുതൽ ഇൻഫിനിറ്റി വരെയാണ് കിടക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ -3 ഇൻഫിനിറ്റി. ഇങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരയ്ക്കുക എന്നുള്ളതാണ്. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുത്തു. അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റും ഒരു പെർപെൻഡിക്കുലർ ലൈനും സെലക്ട് ചെയ്യുക എന്ന്. ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എക്സ് ആക്സും സെലക്ട് ചെയ്തു. അതേപോലെ എനിക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വേണം. വെർട്ടിക്കൽ ലൈൻ എനിക്ക് ആവശ്യമായിട്ട് വരുന്നത് ഫംഗ്ഷൻ്റെ ഡൊമൈൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഹൊറിസോണ്ടൽ ലൈൻ ആവശ്യമായിട്ട് വരുന്നത് റേഞ്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൂടെ വരയ്ക്കുകയാണ്. വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണല്ലോ ഹൊറിസോണ്ടൽ ലൈൻ. 2 ലൈനുകളും ഞാൻ വരച്ചു കഴിഞ്ഞു. ഓക്കെ, 2 ലൈനും വേറെ വേറെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അതിന് കളറൊക്കെ കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, റെഡ് കളർ കൊടുക്കാം അല്ലേ. ഹൊറിസോണ്ടൽ ലൈന് റെഡ് കളർ കൊടുക്കാം. അതിന് തിക്നെസ് ഒക്കെ കുറച്ച് കൂട്ടിക്കൊടുത്തു. വെർട്ടിക്കൽ ലൈൻ അതിന് ഞാൻ തിക്നെസ് ഒക്കെ കുറച്ച് കൂട്ടിക്കൊടുത്തു. അതിൻ്റെ കളറ് ബ്ലൂ കളറൊക്കെ കൊടുത്തു. ഓക്കെ, ശരി. ഈ ഒരു പോയിന്റ് നന്നായിട്ട് കാണുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ ഞാൻ കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ ലൈനുകൾ വെച്ച് എങ്ങനെയാണ് ഡൊമൈൻ പറയുക, റേഞ്ച് പറയുക എന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ആദ്യം നമുക്ക് ഡൊമൈൻ പറയുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഡൊമൈൻ പറയാൻ വേണ്ടിയിട്ട് ഈ വെർട്ടിക്കൽ ലൈൻ ഈ ഗ്രാഫിലൂടെ എങ്ങനെ പാസ് ചെയ്യുക. ഓക്കെ, എവിടെയൊക്കെ ഈ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഡൊമൈൻ ഉണ്ട്. നമുക്കറിയാം ഈ ഗ്രാഫിനെ വെർട്ടിക്കൽ ലൈന് എല്ലാ പോയിന്റിലും മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡൊമൈൻ ആരാണ്? ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി റേഞ്ച് പറയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വരെ മീറ്റ് ചെയ്യുന്നുണ്ട്? -3 വരെ. -3യുടെ താഴേക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. -3യുടെ താഴേക്ക് മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ റേഞ്ച് ഇല്ല എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ -3 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റി വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അതിൻ്റെ റേഞ്ച്.
അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ -3 ഇൻഫിനിറ്റി. മനസ്സിലായല്ലോ? ഡൊമെയിനും റേഞ്ചും ഗ്രാഫ് വെച്ച് പറയുന്ന കാര്യം മനസ്സിലായല്ലോ? ഇതേ ചോദ്യമാണ് അടുത്ത 2 ചോദ്യങ്ങളും. 2x² + 8x + 10 ആക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി അല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി. ഞാൻ 2x² + 8x + 10 ആക്കാൻ വേണ്ടി ഈ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്യാണ്. -8x എന്ന് മാറ്റിയിട്ട് +8x ആക്കി. +8x +10 ആണ് അല്ലേ? +10 ആണ്. 5നെ മാറ്റി ഞാൻ 10 ആക്കി. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടി. നിങ്ങൾ പറ, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്താ? ഡൊമെയിലൊരു തർക്കവുമില്ല. ഡൊമെയിൻ ആരാ? ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. മുഴുവൻ സമയത്തും ഈ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആ ഡൊമെയിൻ. ഇവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫിനൊന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും മുഴുവൻ സമയത്തും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റേഞ്ച് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വെർട്ടിക്കൽ ലൈൻ, ഹൊറിസോണ്ടൽ ലൈൻ പാസ് ചെയ്യണം അല്ലേ? ദാ ഇവിടെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല. റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? 2 മുതൽ അല്ലേ? 2 മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ ടു ഇൻഫിനിറ്റി. 2 മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ ടു ഇൻഫിനിറ്റി. ഒരു ചോദ്യം കൂടെ ഉണ്ട്. 2x² - 12x + 16. ഓക്കെ, ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നു. 2x² മൈനസ് 2x² - 12x +16 ആക്കി മാറ്റി. ഓക്കെ, ഇതാണ് ഗ്രാഫ് വരുന്നത്. നിങ്ങൾ പറ, ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ? റേഞ്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? -2 മുതൽ -2 ഇൻഫിനിറ്റി. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ -2 ഇൻഫിനിറ്റി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ 3 ചെയ്തു. നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് നിങ്ങളോട് ചോദിക്കുന്നത് മാത്രം ചെയ്താൽ മതിയാവും. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിന് ആൻസർ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. നിങ്ങളോട് എക്സാമിന് ഒന്ന് മാത്രമേ ചോദിക്കൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാൻ 3ൻ്റെയും ആൻസറോടെ എഴുതുന്നു. ഇതേപോലെയാണ് ഇതിന് ആൻസർ എഴുതേണ്ടത്. ഡൊമെയിനും റേഞ്ചും എഴുതാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് ആൻസർ മാത്രം ഡൊമെയിൻ = 6, റേഞ്ച് = 6 എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫംഗ്ഷൻ ഒന്ന് മാറി എന്ന് മാത്രം. ഗ്രാഫ് വരക്കാൻ പറയുന്നു, എന്നിട്ട് ഡൊമെയിനും റേഞ്ചും എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നു. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ജിയോജിബ്ര വിൻഡോ ഉണ്ടല്ലേ? ആ ജിയോജിബ്ര വിൻഡോ ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ 2x - 2box(x) ആണ്. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. 2x - 2box(x). box(x) എങ്ങനെ ടൈപ്പ് ചെയ്യുക? ഫ്ലോർ x എന്നാണ് ടൈപ്പ് ചെയ്യുക. ഫ്ലോർ x എന്നാണ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2x - 2box(x) ഞാൻ ടൈപ്പ് ചെയ്തു അല്ലേ? ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഡൊമെയിൻ കാണാൻ വേണ്ടി നമ്മൾ വെർട്ടിക്കൽ ലൈന് ഗ്രാഫിലൂടെ പാസ് ചെയ്യണം. ഓക്കെ, വെർട്ടിക്കൽ ലൈൻ ഗ്രാഫിലൂടെ പാസ് ചെയ്യണം. ദേ ഞാൻ പാസ് ചെയ്യുന്നു ഡൊമെയിൻ കാണാൻ വേണ്ടി. മുഴുവൻ സമയത്തും ഇതാ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഫംഗ്ഷൻ. ഇതാണ് വെർട്ടിക്കൽ ലൈൻ. മുഴുവൻ സമയത്തും ഈ ഗ്രാഫിനെ വെർട്ടിക്കൽ ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നിങ്ങൾ പറ, ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആണല്ലേ? റേഞ്ച് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഹൊറിസോണ്ടൽ ലൈൻ പാസ് ചെയ്യണം. ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ പാസ് ചെയ്യണം. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈന് ഞാൻ ഗ്രാഫിലൂടെ പാസ് ചെയ്യാൻ പോവാണ്. ഹൊറിസോണ്ടൽ ലൈൻ പാസ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല. ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല. ഇവിടെ ഒന്നും റേഞ്ച് ഇല്ല. റേഞ്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0യിൽ നിന്നാണ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെ റേഞ്ച് ഉണ്ട്. ഗ്രാഫിനെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. 0യിൽ നിന്ന് ഏത് വരെ ഉണ്ട്? 0യിൽ നിന്ന് ഇവിടെയൊക്കെ റേഞ്ച് ഉണ്ട്. ദാ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ദാ ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വരെ മീറ്റ് ചെയ്യുന്നുണ്ട്? യെസ്, 2ൽ എത്തുന്നത് വരെ മീറ്റ് ചെയ്യുന്നുണ്ട്. 2ൽ എത്തുന്നത് വരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റേഞ്ച് എന്താ? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 to 2 റേഞ്ചിലില്ല. അങ്ങനെ മനസ്സിലാക്കുക. 2 റേഞ്ചിൽ ഇല്ല എന്നുള്ള കാര്യം. 2 റേഞ്ചിൽ ഉണ്ടാകണമെങ്കിൽ 0 എന്ന് കൊടുക്കുമ്പോൾ 2 എന്ന് ആൻസർ കിട്ടണം അല്ലേ? 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ ആൻസർ കിട്ടുമെന്ന് നോക്കിയേ. 2 × 0 - 2 × 0 0 അല്ലേ? 0ക്ക് 0 ആൻസർ കിട്ടുന്നത് കൊണ്ട് പിന്നെ 2 എന്ന് ആൻസർ കിട്ടില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് 2 റേഞ്ചിലില്ല. അതേപോലെ തന്നെ ഓരോ കേസിലും ഇവിടെ 1 കൊടുക്കുകയാണെങ്കിലും 2 കൊടുക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും 2 റേഞ്ചിലില്ല. 0 ഉണ്ട്. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 to 2 ആണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യങ്ങളൊക്കെ ഈ ചോദ്യത്തിൽ ചെറിയ എഡിറ്റിംഗ് വരുത്തിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും അല്ലേ? എന്താ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ വരിക? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എന്താ റേഞ്ച് വരിക? ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 3. അടുത്തൊന്ന് പറഞ്ഞേ, ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് പറഞ്ഞോളൂ. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 4. ചെയ്ത് നോക്കണം. വേണമെങ്കിൽ മൂന്നാമത്തെ മാത്രം ഒന്ന് ചെയ്ത് നോക്കാം. 4x - 4 × box(x).
2x മാറ്റി ഞാൻ 4x ആക്കി, മൈനസ് 4 ഇൻറ്റു 2 മാറ്റി 4 ആക്കി, 4 ഇൻറ്റു ബോക്സ് എക്സ്. ഓക്കെ, നോക്കൂ നിങ്ങൾ, എന്താ ഡൊമൈൻ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഡൊമൈൻ കാണാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ലൈൻ ഗ്രാഫിലൂടെ മീറ്റ് ചെയ്യണം. മുഴുവൻ സമയത്തും ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡൊമൈൻ R ആണ്. റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ മീറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ മൂവ് ചെയ്യുമ്പോൾ 0-ൽ y ആണ് നോക്കേണ്ടത് കേട്ടോ. ഇവിടെ y ആണ് നോക്കേണ്ടത്. y വാല്യൂവിനാണല്ലോ റേഞ്ച് എന്ന് പറയാം. y 0 മുതൽ ഏത് വരെ ഉണ്ട്? 4 വരെ. നേരത്തെ പറഞ്ഞ പോലെ 4 ആൻസർ ഉണ്ടാവില്ല, അതുകൊണ്ട് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 0 4 ഇറ്റ്സ് റേഞ്ച്. ഓക്കെ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും മൂവ് ചെയ്യിച്ച് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് മനസ്സിലാകാനും ക്ലാരിറ്റിക്ക് വേണ്ടിയും ചെയ്തു എന്നേ ഉള്ളൂ. കാണുമ്പോഴേ മനസ്സിലാകുമെങ്കിൽ കാണുമ്പോഴേ എഴുതാനും പറ്റും. ഓക്കെ, ഇതോടുകൂടി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ പൂർണ്ണമാവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നറിയണ്ടേ? യെസ്, ആൻസർ എഴുതുന്ന ഒരു പ്രയാസമില്ല. ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എല്ലാ ചോദ്യങ്ങൾക്കുള്ള ആൻസർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചോദ്യത്തിൻ്റെ ആവർത്തനമാണ്. എന്താ? വേറെ 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണുക. അപ്പോൾ ലാബ് 3 വെരി ഈസി ആണല്ലേ. ഓക്കെ, ആദ്യത്തെ ഫംഗ്ഷൻ ഏതാ? സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 16 അല്ലേ. ഇൻപുട്ട് ബാറിൽ SQRT ബ്രാക്കറ്റിനകത്ത് ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിനകത്താണ് എക്സ് സ്ക്വയർ മൈനസ് 16 എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, എസ് സ്ക്വയർ മൈനസ് 16 ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് ദൃശ്യമാവും. സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 16 ഗ്രാഫായത്. എന്താ സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 16 എന്നറിയാവോ? യെസ്, അത് ഒരു ഹൈപ്പർബോളയാണ്. y ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 16 കൊടുത്ത് സ്ക്വയർ ചെയ്താൽ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കിട്ടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഹൈപ്പർബോളയാണ്. ഈ ഹൈപ്പർബോളയുടെ ഫംഗ്ഷൻ ഹൈപ്പർബോളയുടെ അപ്പർ പാർട്ടാണ്. അതിൻ്റെ ഡൊമൈനും റേഞ്ചും അല്ലേ പറയേണ്ടത്? ഡൊമൈൻ പറയാൻ വേണ്ടി നമ്മൾ എന്താ വരക്കേണ്ടത്? ഡൊമൈൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരക്കണം. വെർട്ടിക്കൽ ലൈൻ വരക്കാതെ തന്നെ ഡൊമൈൻ പറയാൻ വേണമെങ്കിൽ അല്ലേ. കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് ഇവിടൊക്കെ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ ലൈൻ, ഇവിടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വരെ മീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയേ. യെസ്, ഈ ഗ്രീൻ കളർ ഗ്രാഫിന് -4 വരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം -∞ തുടങ്ങി -4 വരെ. പിന്നെ -4-നും 4-നും ഇടയിൽ മീറ്റ് ചെയ്യുന്നില്ല. പിന്നെ എവിടുന്ന മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്? 4-ൽ നിന്ന്. 4 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താ? -∞ -4 യൂണിയൻ 4 ഇൻഫിനിറ്റി. ഓക്കെ, ഒന്നുകൂടെ പറയാം. -∞ -4 യൂണിയൻ 4 ഇൻഫിനിറ്റി. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ വരുന്നത്. റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിലൂടെ മീറ്റ് ചെയ്യണം. ഇവിടൊക്കെ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് താഴേക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. y വാല്യൂ ആണ് നോക്കേണ്ടത്. -4-ൽ മീറ്റ് ചെയ്യുന്നില്ല, -3-ൽ ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നില്ല. ഏതെത്തുമ്പോഴാണ് ഗ്രാഫിന് മീറ്റ് ചെയ്യുന്നത്? 0 എത്തുമ്പോൾ. 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച്. 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് റേഞ്ച് വരുന്നത്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 16 എന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ -∞ -4 യൂണിയൻ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 4 ഇൻഫിനിറ്റി. റേഞ്ച് 0 ഇൻഫിനിറ്റി. 16 മാറിയിട്ട് 25 ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ 4 എന്നുള്ള സ്ഥലത്ത് എന്ത് വരും? യെസ്, 5 എന്ന് വരും. ഇവിടെയോ എസ് സ്ക്വയർ -4 എന്നാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ -4. അപ്പോൾ ഇവിടെ 4 എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് വരും? 2 എന്ന് വരും. അത് മാത്രമേ മാറ്റുള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ -25 ഞാൻ പെട്ടെന്നൊന്ന് എഴുതി കാണിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് എസ് സ്ക്വയർ -16 എന്ന് ഞാൻ മാറ്റുന്നു, എന്നിട്ട് എസ് സ്ക്വയർ -25 എന്നാക്കുന്നു. അന്നേരം കണ്ടോ, ഡൊമൈൻ ഈക്വൽ ടു ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ -∞ -5 യൂണിയൻ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 5 ഇൻഫിനിറ്റി. റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. എസ് സ്ക്വയർ -25 മാറ്റിയിട്ട് എസ് സ്ക്വയർ -4 ആക്കുമ്പോൾ ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. ഒന്ന് കണ്ടാൽ അതേപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളതും. ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ -∞ -2 യൂണിയൻ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 2 ഇൻഫിനിറ്റി. അതാണ് ഡൊമൈൻ വരുന്നത്. റേഞ്ച് വരുന്നതോ 0 to ഇൻഫിനിറ്റി. കാണിക്കേണ്ടതില്ലല്ലോ. ഡൊമൈൻ കാണിക്കണോ? ഡൊമൈൻ കാണിക്കാൻ വേണ്ടി ഞാൻ വെർട്ടിക്കൽ ലൈൻ പാസ് ചെയ്യുന്നു. ഇവിടൊക്കെ ഗ്രാഫിനെ മീറ്റ് ചെയ്യുന്നു, ഇവിടൊക്കെ മീറ്റ് ചെയ്യുന്നു, ഇവിടൊക്കെ മീറ്റ് ചെയ്യുന്നു, ഇവിടൊക്കെ മീറ്റ് ചെയ്യുന്നു. -2 വരെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരെ ഡൊമൈൻ ഉണ്ട്. -2-നും 2-നും ഇടയിൽ ഡൊമൈൻ ഇല്ല. 2 മുതൽ ഇൻഫിനിറ്റി വരെ ഡൊമൈൻ ഉണ്ട്. അപ്പം 2 രൂപത്തിൽ പറയാം. ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ -∞ -2 യൂണിയൻ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ 2 ഇൻഫിനിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും മതി? R മൈനസ് ഓപ്പൺ ഇന്റർവൽ -2 എന്ന് പറഞ്ഞാലും മതി. സെറ്റ് ഓഫ് ഫുൾ റിയൽ നമ്പേഴ്സ് എന്ന് ഈ ഒരു ഭാഗം കുറച്ചാൽ മതി. ഓപ്പൺ ഇന്റർവൽ -2 എന്ന് പറഞ്ഞാലും മതി. ഇതേപോലെ ബാക്കിയുള്ളതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. വെരി ഈസി ആയിട്ടുള്ള ലാബാണ്.
നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം. അപ്പോൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി? ഡൊമെയിൻ എന്താണ്, റേഞ്ച് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. ഇതിന് എങ്ങനെയും ആൻസർ എഴുതാമെന്ന് ഞാൻ പറഞ്ഞത്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -4 ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -5 ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -2 എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ഷീറ്റിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടിയല്ലേ ഉള്ളൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഗ്രാഫ് 2 കണ്ടോളൂ. നിങ്ങൾ ഈ ഗ്രാഫിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഗ്രാഫ് കണ്ടിട്ട് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ജിയോജിബ്ര വിൻഡോയിൽ ഗ്രാഫ് വരക്കണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഗ്രാഫ് നിങ്ങൾ കാണുന്നു, ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്നിട്ട് ആ ഗ്രാഫ് സ്വന്തമായിട്ട് ജിയോജിബ്രയിൽ വരക്കുന്നു. നോക്കൂ, ഈ 1ാമത്തെ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതൊരു പീസ് വൈസ് ഫംഗ്ഷനാണ് അല്ലേ. 0x 0യേക്കാൾ ചെറുതാകുന്ന സമയത്ത് ദേ ഇങ്ങനൊരു പരാബോളയാണ് വന്നിരിക്കുന്നത്. x 0യേക്കാൾ വലുതാകുന്ന സമയത്ത് ദാ ഫ്ലോറക്സിൻ്റെ ഒരു വേർഷനാണ് വന്നിരിക്കുന്നത് അല്ലേ. ഫ്ലോറക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഒരു ചെറിയ മാറ്റം, ഒരു ഷിഫ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പീസ് വൈസ് ഫംഗ്ഷനാണ്. പീസ് വൈസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഫംഗ്ഷൻ അല്ലേ. ഈ രൂപത്തിലുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും ഇത്, അതേപോലെ തന്നെ ഇതും അല്ലേ. ഇതിൻ്റെ ഡെഫിനിഷൻ കണ്ടിട്ട് പറയാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കിയേ. x 0യേക്കാൾ ചെറുതാകുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ ചെറുതാകുമ്പോൾ x² ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയല്ലേ വരിക അല്ലേ. x² ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയല്ലേ വരേണ്ടത്? അല്ല, അങ്ങനല്ല വന്നത് അല്ലേ. പിന്നെന്താ? ആ ഗ്രാഫിനെ ഒരു 2 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാബ് 2ൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, s² 2 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? s² + 2 അല്ലേ. അപ്പോൾ x 0യേക്കാൾ ചെറുതാകുന്ന സമയത്ത് ഫംഗ്ഷൻ ആരാണ്? s² + 2 അല്ലേ. x 0യേക്കാൾ വലുതാകുമ്പോഴോ ബോക്സ് x ആണെങ്കിൽ 0 1 ഈ ലൈന് വരേണ്ടത്, 1 2ൻ്റെ ഭാഗത്ത് ഇവിടെയാണ് ലൈൻ വരേണ്ടത്. ബോക്സ് x എന്നുള്ള ഫംഗ്ഷൻ 1 യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ 0യേക്കാൾ വലുതാകുന്ന സമയത്ത് എന്താ വരുന്നത്? ബോക്സ് x + 1. അപ്പോൾ ഈ ഫംഗ്ഷൻ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? f(x) = x² + 2 if x less than or equal to 0 അല്ലെങ്കിൽ less than 0. ഓക്കെ, ആൻഡ് ബോക്സ് x + 1 if x greater than or equal to 0. അതായിരിക്കും ഈ ഫംഗ്ഷൻ. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ജിയോജിബ്രയിൽ പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പീസ് വൈസ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈഫ് എന്ന് കണ്ടീഷൻ കൊടുക്കുന്നു, ഈഫ് കമാൻഡ് കൊടുക്കുന്നു. ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ എഴുതുന്നു, ഫംഗ്ഷൻ എഴുതുന്നു, കോമ ഇട്ടിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുന്നു. അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ഇതിലെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഇതേപോലെ തന്നെയാണ് 2ാമത്തെ ചോദ്യം. ഓക്കെ, ഗ്രാഫ് ഒന്ന് വരച്ചു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താ? 0യേക്കാൾ ചെറുതാകുന്ന സമയത്ത് s² + 2, 0നേക്കാൾ വലുതാകുന്ന സമയത്ത് ബോക്സ് x + 1 അല്ലേ. അപ്പോൾ ഏത് കമാൻഡാണ് കൊടുക്കേണ്ടത്? ഈഫ് കമാൻഡ്. IF എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഒരുപാട് ഓപ്ഷൻസ് വരുന്നു. അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. കണ്ടീഷൻ എന്നുള്ളത് ഹൈലൈറ്റ് ആണ്. അവിടെ നമ്മൾ 1ാമത്തെ കണ്ടീഷൻ എഴുതുന്നു. എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ ചെറുത് എന്നാണല്ലോ കണ്ടീഷൻ. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, എന്നിട്ട് റൈറ്റ് ആരോ കീ നമ്മൾ പ്രസ് ചെയ്യുന്നു. ദെൻ എന്നുള്ളത് ഹൈലൈറ്റ് ആവുന്നു. x 0യേക്കാൾ ചെറുതാകുന്ന സമയത്ത് ഫംഗ്ഷൻ ആരാ? s² + 2 അല്ലേ. x² + 2 എന്ന് x² + 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ആരോ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എൽസ് വരുന്നു. s² + 2 0യേക്കാൾ ചെറുതാകുന്ന സമയത്താണ്. 0നേക്കാൾ ചെറുത് അല്ലെങ്കിലോ അന്നേരം ബോക്സ് x + 1 അല്ലേ. അവിടെ ഫ്ലോർ x + 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഫ്ലോർ x + 1 എന്ന് ടൈപ്പ് ചെയ്യാം. ഫ്ലോർ x + 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടിയില്ലേ? ഇതേ ഗ്രാഫല്ലേ കിട്ടിയത്? സെയിം അല്ലേ? അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഈ ഗ്രാഫ് നമ്മൾ ഇതുപോലത്തെ ഗ്രാഫ് ജിയോജിബ്രയിൽ വരക്കുക, ഡെഫിനിഷൻ മനസ്സിലാക്കുക, ഗ്രാഫ് വരക്കുക. ഞാൻ ചോദിച്ചോട്ടെ മക്കളെ, എന്താ ഈ ഫംഗ്ഷൻ്റെ ഡൊമൈന് വരുന്നത്? ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നമുക്ക് x 0നേക്കാൾ ചെറുതും കൊടുക്കാം, വലുതും കൊടുക്കാം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്താ വരുന്നത്? റേഞ്ച് വരുന്നത് ദാ 2 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ട്, കൂടെ ഒരു 1 ഉണ്ട് അല്ലേ. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 2 ഇൻഫിനിറ്റി യൂണിയൻ 1. ഇവിടെ ഒരു 1 എന്നുള്ള നമ്പർ ഉണ്ട്, പിന്നെ 2 മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 2 ഇൻഫിനിറ്റി യൂണിയൻ സെറ്റ് 1. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം ആൻസർ ഷീറ്റിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് നിങ്ങളെ ടീച്ചറിന് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഉറപ്പിന് വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യുക അറിയോ? ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 f(x) = s² + 2 if x less than or equal 0 box x + 1 otherwise no
എന്നോ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നോ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, 2 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്താൽ മതി. ഇനി ഈ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം? ഇവിടെ 0യേക്കാൾ ചെറുതാകുന്ന സമയത്ത് എസ് സ്ക്വയർ പറഞ്ഞോളൂ -1 ആണ് അല്ലേ, താഴേക്കല്ലേ ഷിഫ്റ്റ് ചെയ്തത്, എസ് സ്ക്വയർ -1. റൈറ്റ് സൈഡ് ബോക്സ് എക്സ് പ്ലസ് 1 തന്നെയാണ്, ലെഫ്റ്റ് സൈഡ് എസ് സ്ക്വയർ -1 ആണ്. അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൽ ചെറിയ ഒരു എഡിറ്റിംഗ് വരുത്തുകയാണ്. ഓക്കെ, ചെറിയൊരു എഡിറ്റിംഗ് വരുത്തുന്നുള്ളൂ, കാരണം ലെഫ്റ്റ് സൈഡ് മാത്രമേ മാറ്റുള്ളൂ. എസ് സ്ക്വയർ +2 എന്നുള്ളത് മാറിയിട്ട് എന്താവും, എസ് സ്ക്വയർ -1 എന്നായിട്ട് മാറും. ഓക്കെ, എസ് സ്ക്വയർ -1 ഇത് കാണുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ്. ഓക്കെ, ദാ എസ് സ്ക്വയർ -1 എന്ന് ടൈപ്പ് ചെയ്തപ്പം ഫംഗ്ഷൻ മാറിയത് കണ്ടോ നിങ്ങൾ? കണ്ടോ, എസ് സ്ക്വയർ -1 ബോക്സ് എക്സ് +1. എന്താ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഇൻ ദ റേഞ്ച് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ -1 ഇൻഫിനിറ്റി. ഗ്രാഫ് വരച്ചിട്ട് ടീച്ചറിന് കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് പിന്നെ ആൻസർ ഷീറ്റിൽ ഈ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇതോടുകൂടി ലാബ് 3യിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ലാബ് 1, ലാബ് 2, ലാബ് 3 ഇത് 3ഉം വളരെ ഈസി ആയിട്ടുള്ള ലാബുകളാണ്. നന്നായിട്ട് പഠിക്കുക. ഫുൾ സ്കോർ വാങ്ങാൻ ഏറ്റവും നിങ്ങളെ സഹായിക്കുന്ന ലാബുകളാണ് ലാബ് 1, 2, 3. വെരി സിമ്പിൾ കൺസെപ്റ്റ്, വെരി ഈസി. നന്നായിട്ട് മനസ്സിലാക്കുക. ലാബുള്ളവർ സ്വന്തമായിട്ട് ലാബിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്തവർ പല തവണ ഈ ചോദ്യങ്ങളുമായിട്ട് പരിചയപ്പെടുക. പബ്ലിക് എക്സാം ഏറ്റവും മനോഹരമായിട്ട് എഴുതാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.